ശില്പ ഐസ്ക്രീം വാങ്ങിച്ചു കഴിക്കുന്നു. പുഴ ചിരിക്കുന്നു കരയുന്നു. വാ അങ്ങോട്ട് പോ. നിങ്ങൾ ആ മലക്കകത്ത് മീൻ ചേർന്ന കാഴ്ച ഉണ്ടോ? നമസ്കാരം. മാനോലൈസേഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തെക്കുംഭാഗം സെന്റ് തോമസ് ചർച്ചിലാണ്. ഞാൻ ജനിച്ചു വളർന്ന നാടാണിത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലം, ഒരുപാട് ചരിത്രമുള്ള സ്ഥലം. അതിനേക്കാളുപരി ഭയങ്കരമായിട്ട് തന്നെ സ്പിരിച്വലി കണക്ട് ചെയ്യുന്ന ഒരു ദേവാലയം എന്നൊക്കെ പറയാം. ചർച്ചിൻ്റെ വിശേഷങ്ങളിലേക്കും ചർച്ചിൻ്റെ ചരിത്രത്തിലേക്കും ഒക്കെ നമുക്ക് കൊണ്ടുപോകാം. അഷ്ടമുടി കായലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ് ശരിക്കും പറഞ്ഞാൽ തെക്കുംഭാഗം എന്ന് പറയുന്നത്. ആ തെക്കുംഭാഗത്തിൻ്റെ മുഖമാണ് സെൻറ്റ് ജോസഫ് ചർച്ച് എന്നറിയപ്പെടുന്ന 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷണറിമാർ സ്ഥാപിച്ച അന്ന് മാമുഖ് പള്ളി എന്നറിയപ്പെടുന്ന ഈ ദേവാലയം. ഭയങ്കര രസകരമായ ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് ഒരുപാട് കഥകളും ചരിത്രവും ഉറങ്ങുന്ന ഒരു സ്ഥലം. കായലിനാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമപ്രദേശം, അതാണ് തെക്കുംഭാഗം എന്ന് പറയുന്നത്. നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇത് സെൻറ്റ് തോമസ് കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു നിയോഗോതിക് വാസ്തു നിർമ്മാണ ശൈലിയിൽ പണിപൂർത്തിയാക്കിയ അല്ലെങ്കിൽ പണിഹരിപ്പിച്ച ഒരു ദേവാലയമാണ്. ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളും വരുന്ന സമയത്ത് ഇവിടെ വന്ന് കൊണ്ടുവരികയും ഇവിടുത്തെ കാഴ്ചകളിലോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. മികച്ച നിലവാരത്തിൽ പരിഹരിപ്പിച്ച ശുചിത്വം കൃത്യമായി പാലിക്കുന്ന ഒരു ദേവാലയം എങ്ങനെ വേണം എന്ന് നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന മനോഹരമായ സ്ഥലമാണിത്. ഇതിൻ്റെ സന്ധ്യാകാഴ്ചകൾ, സന്ധ്യ സമയത്ത് അഷ്ടമുടി ഹൈവേക്ക് സൂര്യൻ്റെ സായം കിരണങ്ങൾ വന്ന് പതിക്കുന്ന മനോഹരമായ കാഴ്ചയുണ്ട്. ആ കാഴ്ചയൊക്കെ ഇവിടുത്തെ ജനങ്ങൾ വന്നിരുന്ന് കാണുന്നതും ഒക്കെ ഭയങ്കര നമുക്ക് സന്തോഷം തരുന്നതാണ്. കാരണം ഇന്ന് നമുക്ക് ഇത്തരം കൂട്ടുചേർക്കലുകളും കൂടെ ഇരുന്നുള്ള വർത്തമാനങ്ങളും ഒക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ ഒരു ദേവാലയം അത്തരം ഒത്തൊരുമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ചർച്ചിൻ്റെ പുറംകാഴ്ചകൾ ഒന്ന് കണ്ടിട്ട് പള്ളിക്കകത്തേക്ക് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നതൊരു 4 വർഷം മുൻപാണ്. 4 വർഷം മുൻപ് എന്ന് പറയുന്നത് ശരിയാണ്. പള്ളിയുടെ ആദ്യ രൂപത്തിൽ ഞാൻ വന്നിരുന്നു പലപ്പോഴായിട്ട്. ഈ ഒരു രൂപത്തിലേക്ക് ചർച്ച പറഞ്ഞ ശേഷം ഇവിടെ ആദ്യം എത്തുന്നത് 4 വർഷം മുൻപാണ്. അന്ന് ഞാനിവിടെ വരാൻ കാരണം നമ്മുടെ സുഹൃത്തും അനുജനുമൊക്കെയായ ക്ലിൻ്റനുമായിട്ട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചിൻ്റെ ഒരു ചെറിയ സപ്പോർട്ട് നമുക്ക് ആവശ്യമായി വന്നു. അപ്പം അങ്ങനെ ഞാൻ കണക്ട് ചെയ്ത് വന്നത് ക്ലിൻ്റൻ വഴിയാണ്. അന്ന് ക്ലിൻ്റൻ UK നമ്മുടെ ഒരു സുഹൃത്തും അനുജനും ഒക്കെ ആയിട്ട് കൂടെ തന്നെ ഉണ്ട് ക്ലിൻ്റൻ. ഈ ദേവാലയം ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് പുനർനിർമ്മിച്ചത് അന്ന് ഇവിടുത്തെ വികാരിയായിരുന്ന ഫാദർ രാജേഷ് മാത്തനാണ്. ഫാദറുമായിട്ട് കുറച്ച് അടുത്ത് പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ഞാൻ. അച്ഛൻ നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ഫണ്ട് റൈസിങ്ങിനൊക്കെ അച്ഛനും ഇവിടുത്തെ ഇടവകയുടെ
ജനങ്ങളും അകമഴിഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി ചർച്ചയ്ക്കകത്തേക്ക് പോകാം. 1680 പോർച്ചുഗീസ് മിഷണറീസാണ് അന്ന് കണ്ടുവളപ്പള്ളി എന്നറിയപ്പെടുന്ന 1980 അവസാനത്തോടുകൂടി സെൻറ്റ് ജോസഫ് ഇടവക ചർച്ച് എന്ന് പേര് മാറിയ ഈ ഒരു പള്ളി ഉണ്ടാക്കുന്നത്. ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് വിശ്വാസങ്ങളും ഒരുപാട് സാക്ഷ്യങ്ങളും ഒക്കെ ഉള്ള എൻ്റെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദേവാലയമാണ് വിളിക്കാവുന്ന ഒരു ഇടം കൂടിയാണിത്. വല്ലാത്ത അസ്വസ്ഥതകൾ മനസ്സിൽ തോന്നുന്ന സമയത്ത് കുറച്ച് നേരെ ഇവിടെ വന്നിരുന്ന് കണ്ണടച്ചിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത റിലീഫ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വീൽ ചെയർ ആക്സസിബിൾ കൂടിയാണ് കേട്ടോ. നമ്മൾ ചർച്ചിനകത്തേക്ക് കയറിയില്ല, കാരണം അവിടെ റാമ്പിൻ്റെ ഭാഗത്ത് അവർ അകത്ത് വയറിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അകത്ത് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ക്രിസ്മസ് ആയതുകൊണ്ട്. അവരത് മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് മാറ്റിത്തന്നെ അവർ വീണ്ടും ചെയ്തതൊക്കെ വീണ്ടും ദൈവർക്ക് ചെയ്ത് ചെറുതായിട്ടൊന്ന് വീഴ്ചേൻ്റെ ഫ്രണ്ട് പൊങ്ങിയത് കൊണ്ടാണ് ഒന്നാക്കിയത്. അപ്പം ദൈവർക്ക് ചെയ്യണമെന്നുള്ളതുകൊണ്ട് നമ്മളത് വേണ്ട എന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും വരുന്ന ഒരു സ്ഥലമല്ലേ. പക്ഷേ വേണ്ടി തകത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ ചർച്ചിൻ്റെ പുറം വശത്തേക്ക് ഒന്ന് പോയി പുറം കാഴ്ചകളൊക്കെ ഒന്ന് കാണുകയാണ്. നമുക്കൊന്ന് ചെറിയ ഒരു ജ്യൂസ് ഉണ്ട്, ഒരു ജ്യൂസ് കുടിച്ചാലോ? ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റെ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ജ്യൂസ് ഷോപ്പാണ്. ഇവിടുത്തെ ചർച്ചിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെയാണ് ഇവിടെ ഈ ഒരു ക്രിസ്മസ് ചന്ത നടത്തുന്നത്. നമുക്ക് ജ്യൂസ് കുടിക്കാം കുറച്ച് നേരം. ശുഭേ ജ്യൂസ് വേണോ? കാർത്തികനാണോ? സിദ്ധുവിന് വേണോ? നമ്മുടെ ജ്യൂസ് കട വെക്കുകയാണ് ചർച്ചിൻ്റെ മുമ്പിൽ. ക്രിസ്മസ് ചന്തയാണ്. നടുവത്തേക്കുള്ള പീത്തർ എന്ന് പറഞ്ഞ ചേട്ടനാണ് ജ്യൂസ് ഷോപ്പ് നടത്തുന്നത്. ശില്പയ്ക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു, സിദ്ധുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഞാനും കാർത്തിക്കും ഒരു എന്ത് ജ്യൂസാണ്? പൈനാപ്പിൾ ജ്യൂസ് കഴിക്കാമെന്ന് ചോദിച്ചു. തെക്കുംഭാഗത്ത് നടുവത്തുശ്ശേരി എന്ന് പറയുന്ന ഭാഗത്തെ പീത്തർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ഈ ഒരു ജ്യൂസ് കട നടത്തുന്നത്. ഉത്സവങ്ങളൊക്കെ നാട്ടുപുറങ്ങൾ ഇത്തരം കുഞ്ഞു ഷോപ്പുകളും കൂട്ടായ്മകളും ഒക്കെ ചേരുന്നതാണ്. അത് ഒരു മതവും മതത്തിൻ്റെ ബന്ധനങ്ങളില്ലാതെ വന്ന ഭംഗിയുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. തെക്കൻ ഭാഗത്തിൻ്റെ 4 കരകളാണ് ഉള്ളത്. നടുവത്തേരി, തെക്കൻ ഭാഗം, വടക്കൻ ഭാഗം, മരുഭാഗം എന്നീ 4 കര. ഒരുപാട് ലെജൻഡുകൾക്ക് ജന്മം കൊടുത്ത സ്ഥലം കൂടിയാണ് തെക്കൻ ഭാഗം. കാരികനായ കഥാപ്രസംഗത്തിൻ്റെ ആചാര്യനായ കുലപതിയായ സാംബശിവൻ രാമചന്ദ്രവിലാസം എഴുതിയ ആദ്യ മഹാകവി അരകത്ത് പത്മനാഭക്കുറുപ്പ്, അങ്ങനെ ഒരുപാട് മഹാരഥന്മാർ ജീവിച്ചു പോയ ഒരു സ്ഥലം കൂടിയാണ്. സാംസ്കാരികമായും ചരിത്രപരമായും ഒക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്ന ഒരു സ്ഥലം കൂടിയാണ് തെക്കൻ ഭാഗം. ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 4 വശവും കായൽ, എൻ്റെ ഇടയ്ക്ക് കുറച്ച് ഭൂമി, അവിടെ കുറച്ച് മനുഷ്യന്മാർ. ആ മനുഷ്യന്മാർ 1-2 ദേവാലയങ്ങളുടെ ചുറ്റുവട്ടത്തായ ഒരു ജീവിതത്തെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഓർഗാനിക്കായ ഒന്നാണ് അല്ലേ നമ്മുടെ നാടും നമ്മുടെ നാടിൻ്റെ സംസ്കാരവും അതിൻ്റെ പാരമ്പര്യങ്ങളുമൊക്കെ എത്ര പറഞ്ഞാലും മതിയാകില്ല. ഇവിടുത്തെ പെരുന്നാൾ എന്ന പള്ളിയുടെ പിരിശു എന്ന് പറയും. പിരിശത്തിനൊക്കെ പുറത്തു നിന്ന് ഒരുപാട് പേര് വരും. അതേപോലെ തന്നെ തെക്കുംഭാഗത്തൊരു ദേവീക്ഷേത്രമുണ്ട്.
പനഹത്തൂർ ഭഗവതി ക്ഷേത്രം എന്നാണ് പേര്. അതിൻ്റെ ചരിത്രം ഞാൻ അധികം വൈകാതൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതുകൂടെ കാണാം. ഇവിടെയൊക്കെ പുറത്തു നിന്ന് ഈ നാട്ടിൽ നിന്ന് പോയ ആളുകൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘോഷവും ഒത്തുചേരലും ഒക്കെ എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. നമ്മള് ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് കുടിച്ചു, ഫ്രഷ് അപ്പയ്ക്ക, രണ്ട് ജ്യൂസ്, ഒരു ഐസ്ക്രീം കഴിച്ചു. ഇനി നമുക്ക് എൻ്റെ ചുറ്റുവട്ടമുള്ള കാഴ്ചകളിലോട്ട് പോകാം. ഇവിടുത്തെ വൈകുന്നേരത്തെ കാഴ്ചകള് ഞാൻ പറഞ്ഞതുപോലെ കണ്ടാലും മതിവരാത്ത നിങ്ങൾക്ക് ആ തുരുത്ത് കാണാൻ പറ്റുന്നുണ്ടോ? അസുദ്ധ ആ തുരുത്തുള്ള കാണിച്ചേ. ഇതിപ്പം വേലി ഇറക്ക സമയമായതുകൊണ്ടാണ് ഇതൊക്കെ കാണാൻ പറ്റുന്നത്. അത് കഴിയുമ്പോഴ് വേലി കയറുന്ന സമയമാണെങ്കിൽ ഇത് ഫുള്ള് അങ്ങ് നനഞ്ഞു പോവും, അതായത് മുങ്ങിപ്പോവും. നോക്കി നിങ്ങൾ ആ മരത്തിന്റെ കാഴ്ച ഉണ്ടോ? ഇതൊക്കെ ആ ഒരു സന്ധ്യ ഇങ്ങനെ ഇങ്ങനെ താഴ്ന്നു വരുന്നതും നമ്മുടെ കായലിന്റെ നിറം മാറി സുവർണ്ണ നിറമാകുന്നതും ഒക്കെ കണ്ടോ? എന്ത് ഭംഗിയാണ്. കുറച്ച് വലത്തോട്ട് പോകുമ്പോ ഒരു കാഴ്ച കാണിച്ചു തരാം. സിദ്ധു ആ സൂര്യന്റെ ഡയറക്റ്റ് വരുന്നതെന്ന് കാണിച്ചേ. അതെ, മരത്തിന്റെ താഴോട്ട് ഒന്ന് നോക്കിയേ, ഭയങ്കര രസമല്ലേ? സൂര്യൻ ഇങ്ങനെ മാന്ന് വീഴുന്നതും സ്വർണ്ണ നിറവും. വാ, ബ്യൂട്ടിഫുൾ. കുറച്ച് കഴിയുമ്പോ ഇതിനെക്കാട്ടി ഭംഗിയാണ് കേട്ടോ. അത് സ്പീഡ് ബോട്ട് വരുന്നുണ്ടോ? ഇവിടെ ശരിക്കും പറഞ്ഞാല് ഏറ്റവും നല്ല മത്സ്യം കിട്ടുന്ന ഒരു കായലാണത്. ഇവിടുത്തെ കരിമീൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന കരിമീൻ. അപ്പോൾ ഇതിനെക്കൂടെ സ്പീഡ് ബോട്ടുകള്, മത്സ്യബന്ധന ബോട്ടുകള്, പല രീതിയിലുള്ള ബോട്ടുകളുണ്ട്. ഇപ്പം ചൂണ്ടയിടുന്നത്, വലയിടുന്നത്, യന്ത്രവസ്തുത ബോട്ടുകള്. മറ്റേത് ബോട്ട് എന്ന് പറയുമ്പോൾ പോലും മലയാളത്തിൽ തന്നെ എന്താ പറയാ, ചെറിയ വെള്ളം എന്നൊക്കെ പറയാം. രസമാണ് കേട്ടോ ഇവിടെ. വാവ്, ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വരണം കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. എൻ്റെ പാട്ട് കേട്ട് നിങ്ങളാരും ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യരുത്. ചില വിഷ്വൽസ് പറയുമ്പോൾ ചില വരികൾ നമ്മുടെ നാവിലേക്ക് വരും. ഇവിടെ ഒരു ദേവാലയത്തിന് ബലിയായിട്ട് വൈകുന്നേരങ്ങൾ കുടുംബത്തോടൊപ്പം വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഭയങ്കരമായിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്, വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരിതാണ്, ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഇതാണ്. ഒരു ദേവാലയത്തിൻ്റെ പരിസരം ഒക്കെ എങ്ങനെ നമുക്ക് കാണാം, കണ്ടു പഠിക്കാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരിതാണ്. ആലയം എന്ന വാക്കിനെ പൂർണ്ണമായും ചേരുന്ന ഒരിടം കൂടിയാണിത്. സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞ് പോകുന്ന ഒരിടം. ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടോ? ഫോർട്ട് കൊച്ചി പരിസരത്ത് ഒക്കെ കാണാവുന്ന ഒരു കാഴ്ച കൂടിയാണത്. വലയിട്ട് മീൻ പിടിക്കുന്ന നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലമൊക്കെയാണത്. എൻ്റെ നാട് എന്ന അഭിമാനത്തോടെ ഒരാൾക്ക് പറയാൻ കഴിയുന്ന ഒരു സ്ഥലം ഉണ്ടാവുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ക്ഷീണന്മാർ വന്ന് പോയ അവരുടെ പ്രിയപ്പെട്ട ഒരിടം കൂടിയായിട്ട് ഭാഗമാണ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട് എന്ന.
സന്തോഷമാണ്, അഭിമാനമാണ്. ഈ നാട്ടിൽ ഓരോരുത്തർക്കും ഈ നാട് ഒരു പ്രചോദനമാണ്. ഇവിടുത്തെ ദേവാലയങ്ങൾ, മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹം, സൗഹൃദം, ഒത്തുചേരൽ, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു മാതൃക തന്നെയാണ്. ഞാൻ പതിയെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നേരെ വരട്ടെ ഒരു 6 മണിയോടുകൂടിയായി. ഇവിടെ നിന്ന് ഞാൻ അധികം കാഴ്ചകളൊന്നും കാണാൻ, എല്ലാ രാത്രിയിൽ ഇവിടെ ക്രിസ്മസ് മാസം ആയതുകൊണ്ട് പാട്ടും വർത്തമാനങ്ങളും കൾച്ചറൽ പ്രോഗ്രാമുകളും ഒക്കെയാണ്. അപ്പം അതൊന്നും കാണാൻ നിൽക്കുന്നില്ല. സ്ഥിരം കാണുന്നൊരു കാഴ്ച കൂടിയാണുള്ളത്. മാത്രമല്ല വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട ചവറയമ്മൻ്റെ ശ്രീ സുജിത് വിജയൻ പിള്ളയെ കാണുന്നത്. അദ്ദേഹവും പറഞ്ഞത് ഇവിടുത്തെ ശുചിത്വത്തെ കുറിച്ചിട്ടാണ്. പരിസരം എങ്ങനെ വൃത്തികേടാക്കാം എന്നെന്നും മലയാളി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എത്ര ഭംഗിയായിട്ടാണ് ഒരു ദേവാലയം, ഒരു ആരാധനാലയം ആ നാട്ടുകാരും അവിടുത്തെ ഭരണസമിതിയും കൊണ്ടുപോകുന്നത് എന്ന് കാണുമ്പോൾ ഒരു ഭരണാധികാരിക്ക് വരെ അത്ഭുതമാകുന്നു എന്ന് പറയുന്നിടത്ത് അതിൻ്റെ ഒരു സന്തോഷം ഈ നാട്ടുകാരൻ എന്ന രീതിയിൽ എത്ര പറഞ്ഞാലും മതിയാകാത്തതുകൊണ്ട് കൂടിയാണ്. നമ്മൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തിരിച്ചു വീട്ടിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞുണ്ടോ. പോകുന്ന വഴിക്ക് ജീവൻ ബ്രദറെ കണ്ടു, കുറച്ചു നേരം സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. വീഡിയോ സൈൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.